അമ്മ നിങ്ങൾക്ക് തരാതെ നിങ്ങളുടെ മകൻ ചെലവഴിച്ച ആ സമയത്തിനുള്ള ഇഷ്ടമാണ് 1000. അതിരെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഷാഫി എന്ന യുവ നേതാവിൻ്റെ പ്രസംഗങ്ങളുടെ ആ ഒരു ആരവം, പ്രസംഗം കേൾക്കാൻ നിൽക്കുന്ന കൂട്ടങ്ങളുടെ ആരവത്തെക്കുറിച്ചാണ്. ഷാഫി എവിടെ ചെന്നാലും കേൾക്കാൻ ആളുണ്ട്. ഷാഫി ഇന്നലെ പോയ സ്ഥലവും ഇന്നലെ പ്രസംഗിച്ച സ്ഥലവും നമ്മൾ ചർച്ചയ്ക്കിടയായതാണ്, നമ്മൾ പറഞ്ഞതാണ്. അതെവിടെയാണ്? ഈ പറയുന്ന പോലെ കണ്ണൂരാണ് അദ്ദേഹം സംസാരിച്ചത്. ഇന്ന് അദ്ദേഹം തൃശ്ശൂർ അദ്ദേഹത്തിന് ഒപ്പം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചു പോവുകയാണ്. അപ്പോൾ തൃശ്ശൂരിലെ അമ്മമാരുടെ പ്രിയപ്പെട്ട മകനായി ഷാഫി തീർന്നു. എന്താണ് അത് കേട്ടല്ലോ, അത് കണ്ടല്ലോ, എന്താ തോന്നുന്നത്? അല്ല, ഇതിൽ ചങ്കെടുപ്പ് ആകാൻ പോകുന്ന അല്ലെങ്കിൽ ചങ്കെടുപ്പ് ഉണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ട്. കാരണം പലരും പലപ്പോഴും ഷാഫിയെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതങ്ങ് മലബാറിലായതുകൊണ്ട് നടക്കും, പിന്നെ സുഡാപ്പികൾ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഷാഫിയുടെ മതം വെച്ചിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട്. ഷാഫിയുടെ ആ വന്ന അമ്മമാരൊന്നും യഥാർത്ഥ വോട്ടേഴ്സ് ഒന്നുമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാലക്കാടാണ് അവർക്കൊരു വിഷമം ഉണ്ടാക്കിയത്. ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഷാഫിയുടെ അടുത്തേക്ക് ഈ ജാതി മതഭേദമന്യേ ആൾക്കാർ ഓടിക്കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലാരും ഷാഫിയുടെ മതമോ അയാളുടെ രാഷ്ട്രീയമോ നോക്കിയിട്ടൊന്നുമല്ല. അതിൻ്റെ അപ്പുറത്ത് ഷാഫി എന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു ആ ജനങ്ങൾ കൂടെ ചേർത്ത് നിർത്തിയതും. അതേപോലെ ഒരു നേതാവ് അവരുടെ നിന്ന് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു കണ്ണീർ വർഷം, അതെ, പാലക്കാടിന്റെ അമ്മമാരുടെ കണ്ണീര് നമ്മൾ വടകരയിലേക്ക് പോയപ്പോ അപ്പോ അത്തരം കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് പാലക്കാടായിരുന്നു അവർക്കൊന്നും പറയാൻ പറ്റാത്തത്. ഒരു നേതാവിന് കിട്ടുന്ന ഏറ്റവും അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് TK ഗോവിന്ദന് വേണ്ടി, കുഞ്ഞികൃഷ്ണന് വേണ്ടിയിട്ടും ഒക്കെ പ്രചരണത്തിന് എത്തിയ ഷാഫി പറമ്പിലിനെയാണ്. അന്നും കണ്ണൂരിന്റെ കോട്ടയിൽ ഷാഫിയെ സ്വീകരിച്ച ആ ഒരു ജനാരവം എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. അതിന്റെ അപ്പുറത്തേക്കും ഇന്നിപ്പോ നമ്മൾ കണ്ട ഒരു വിഷ്വലാണ്, ഒരു റീലാണ്. OG ജനീഷ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥിയാണ്. അവിടുത്തെ തന്നെ സിറ്റിംഗ് MLA ആയിട്ടുള്ള സുനിൽകുമാറിനെതിരെ മത്സരിക്കുന്ന OG ജനീഷ് കോൺഗ്രസിന് തന്നെ ഒരു ചുറുചുറുക്കായിട്ടുള്ള ഒരു നേതാവാണ്. കാര്യങ്ങളായി അല്ലെങ്കിൽ കാര്യവിവരത്തോടെ തന്നെ സംസാരിക്കുന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് OG ജനീഷ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് അല്ലെങ്കിൽ കൺവെൻഷനുകൾ, തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് ഷാഫി എത്തുന്നത്. ഷാഫി എത്തുന്ന സമയത്ത് പൊതുവെ ഒരു ക്രൗഡ് പുള്ളറാണ് ഷാഫി. ആ ഒരു ക്രൗഡ് പുള്ളിങ്ങിന്റെ ഇടയിലൂടെ ഈ യൂത്ത്, ഒരു നേതാവിന് യൂത്തിനെയും അതേപോലെ തന്നെ അമ്മമാരെയും എല്ലാ ഏജ് കാറ്റഗറിയുള്ള ആൾക്കാരെയും ഒരുമിച്ച് നിർത്താൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പൊ പല കൺവെൻഷനിലും നമ്മൾ പോകുമ്പോൾ ഒന്നെങ്കിൽ മുതിർന്ന ആൾക്കാരായിരിക്കും അവിടെ കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ യൂത്ത് ഈ വിദ്യാർത്ഥി സംഘടനകളില്ലേ, വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഈ കൺവെൻഷനുകളിൽ കാണും. പക്ഷേ എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാരെയും ക്രൗഡ് പുള്ളിംഗ് രീതിയിൽ കൊണ്ടുവരിക, രാഷ്ട്രീയത്തിനപ്പുറം കൊണ്ടുവരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പൊ ഇവിടെ OG ജനീഷിന്റെ ആ ഒരു വേദിയില്, കാരണം ഒരു വണ്ടിയിലാണ് നമ്മൾ കാണുന്നത്, റോഡ് ഷോ ആയിരുന്നു. അതെ, ഒരു റോഡ് ഷോ ആണ്. റോഡ് ഷോയില് OG ജനീഷിനെ ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം ഷാഫി പറമ്പിൽ OG ജനീഷിന്റെ അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതാണ് ഈ അമ്മമാരുടെ ഒരു മകനായിട്ട് ഷാഫിക്ക് ജനീഷിന്റെ അമ്മയെ കുറിച്ച് പറയുന്നുണ്ട്. തീർച്ചയായും അമ്മയെ പറ്റി പറയുന്നുണ്ട്. OG ജനീഷ് തന്നോട് താൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛൻ മരണപ്പെട്ട OG ജനീഷിനെ വളർത്തിയത് അമ്മയായിരുന്നു, തൊഴിലുറപ്പായിരുന്നു അമ്മയുടെ ജോലി. അപ്പൊ ആ അമ്മ വളർത്തിയ മകനെ പറ്റി പറയുന്ന സമയത്ത് ചേട്ടാ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കണം. ഷാഫിയെ എനിക്ക് OG ജനീഷിനെ കാണുന്നത് പോലെയാണ് ആ അമ്മ ഷാഫിയെ കാണുന്നത്. അതേപോലെ ഒരു സഹോദരനെയും അമ്മയും ഒരു സഹോദരനെയും അമ്മയും ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് ഷാഫിയുടെ ആ ഒരു ചേർത്ത് പിടിക്കൽ ഉണ്ടാവുന്നത്. അത് രാഷ്ട്രീയത്തിന് അതീതമാണ്. അവിടെ ഒരു എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ഉചിതനാകുന്നത്? ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിൽ ആ ചേർത്ത് പിടിക്കലാണ് ഷാഫിയെ ഒരുപാട് നമ്മൾ ഒരു അപ്രിസിയേഷൻ ഷാഫിക്ക് കൊടുക്കുന്നത്. അമ്മയെ വലത് കൈകൊണ്ട് ചേർത്ത് പിടിക്കുകയും ജനീഷിനെ ഇടത് കൈകൊണ്ട് ചേർത്ത് പിടിക്കുകയും, അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പല പ്രായത്തിൽ, ഇപ്പോൾ അതിന് പറഞ്ഞ പോലെ പല പ്രായത്തിലുള്ള ആൾക്കാരവിടെ വരുമ്പോഴും അവർക്കെല്ലാം ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ പറയുന്ന പ്രസംഗത്തിലെ കാര്യങ്ങളെന്ന് പറയുന്നത് അവരോട് പറയുന്ന ഭയങ്കര കൺവേയിങ് ആണ്. ആ പറയുന്ന കാര്യങ്ങൾ അവർക്ക് വളരെ ഇതായിട്ട് തോന്നും, അറ്റാച്ച്ഡ് ആണ്, നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നും. നമുക്കത് ഒരു അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തോട് അംഗീകരിക്കാൻ, അതാണ് വലിയൊരു കാര്യം. അതിന്റെ അപ്പുറത്തേക്കും ഇപ്പോ തൃശ്ശൂർ ഞാനിങ് എടുക്കുവാണ്, അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം, തൃശ്ശൂർ എനിക്ക് വേണം, ഇത്തരത്തിൽ പറയുന്ന നേതാക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തൃശ്ശൂർ എനിക്ക് വേണമെന്നോ എനിക്ക് തരണമെന്നോ ഒന്നും അവിടെ പറയുന്നില്ല.
കൃത്യമായി ഈ നേതാവിനെ എന്തുകൊണ്ട് ഇവിടെ മത്സരാർത്ഥിയായി, ഈ ഒരു മത്സരാർത്ഥി അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനാർത്ഥി അവിടെ എന്തുകൊണ്ടാണ് ഉള്ളത്, നിങ്ങൾക്ക് എന്താണ് ഉപയോഗം ഉണ്ടാകാൻ പോകുന്നത്, ആ സ്ഥാനാർത്ഥി എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനകത്തിൽ അയാളെ പുകഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ അയാളുടെ ധീരമായിട്ടുള്ള കഥകൾ പറയുകയോ ഒന്നുമല്ല. ഈ മനുഷ്യന്റെ ഒരു പച്ചയായ ജീവിതം ഷാഫി ആ ജനങ്ങൾക്ക് മുന്നിലേക്ക് പറയുകയാണ്. ആ ജനക്കൂട്ടത്തെ ഒന്ന് കാണണം ചേട്ടാ. അത് കോൺഗ്രസ് പ്രവർത്തകരൊന്നുമല്ല. ഈ OG ജനീഷിന്റെ ആണെങ്കിലും കഴിഞ്ഞ ദിവസം അവിടെ കേസി വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ തന്നെ മുതിർന്ന നേതാവാണ്. ആ കൺവെൻഷനിൽ നമ്മൾ പോകുന്ന സമയത്ത് കാണുന്നത് അവിടെ കൂടുതലും പ്രവർത്തകരെയാണ് കാണാൻ പറ്റുന്നത്. പ്രവർത്തകരുടെ അപ്പുറത്തേക്കും അവിടെ ജനങ്ങൾ ക്രൗഡ് പുള്ളിംഗ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഷാഫി ഇമ്പാക്ട് തന്നെയാണ്. ഷാഫിയുടെ മുന്നിലേക്ക് നിൽക്കുന്ന ജനങ്ങളെ എന്ന് കാണുന്ന സമയത്ത് ആ അമ്മയെ ചേർത്ത് പിടിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഓരോ ജനങ്ങളുടെ കണ്ണുകളും തിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പുറത്ത് നിൽക്കുന്ന OG ജനീഷിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അവിടെ നിന്ന് നമ്മൾ ഈ രാഷ്ട്രീയ പോരാട്ട കഥകൾ പറയുന്നതിന്റെ അപ്പുറത്തേക്കാണ് ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ജനപ്രതിനിധി വരുമ്പോഴത്തേക്കും രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് കിട്ടുന്ന രീതിയിൽ വളരെ പാരമ്പര്യമുണ്ട്. ഒരു KCU പ്രവർത്തകനാണ്. പ്രസംഗത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായുള്ള ആൾക്കാരുടെ വോട്ട് കിട്ടത്തക്ക രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം പോയിരിക്കുന്നത്. അത് ഞാൻ കേട്ടു. നല്ല ടച്ചിങ് ആയിട്ടാ പറഞ്ഞത്. തീർച്ചയായും നമ്മള് ഷാഫിയുടെ ഒരു വിസ്മയമാണ് പലയിടങ്ങളിൽ കാണുന്നത്. ആദ്യം നമ്മൾ പാലക്കാട് കണ്ടു. പാലക്കാട് ഷാരടിക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു ഷാഫി ഇനി പാലക്കാട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഒരു രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ തന്റെ പ്രതിച്ഛായയൊക്കെ നശിച്ചു കഴിഞ്ഞു. ഇനി താൻ അവിടെ വോട്ട് ചെയ്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇറങ്ങിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ നോക്കിയപ്പോൾ നിരവധി അമ്മമാരെ നമുക്ക് കാണാൻ സാധിച്ചു. നിരവധി ആൾക്കാർ ഷാഫിക്ക് വേണ്ടി ഓടി വരുന്നത് കണ്ടു. അതിനുശേഷം രമേശ് പിഷാരടിയുടെ അടുത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു പ്രചരണത്തിന് പോകുന്ന വേളയിലൊക്കെ. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു ട്വിസ്റ്റ് ആയിട്ട് ഇവരുടെ കോട്ടയിലേക്ക് ഇവരുടെ തന്നെ വിമതരെ സപ്പോർട്ട് ചെയ്യുന്ന ഷാഫി പറമ്പിൽ, TK ഗോവിന്ദന്റെ കൂടെ പോകുന്ന സമയത്ത് എത്ര പേരാണ് ഷാഫിയുടെ അടുത്തേക്ക് വരുന്നത്. അതൊരു ചെറിയ കാര്യം. വടകരയിൽ ജയിച്ചതിന് ശേഷം ഷാഫി വടക്കൻ മലബാർ മേഖലയിലും ഭയങ്കര പരിചിതനായി. ഷാഫിക്കയായി, എല്ലാവരുടെയും ഷാഫിക്കയാണ്. മലബാർ മേഖല വടകരയിൽ അദ്ദേഹത്തിന്, അതായത് വടക്കൻ മലബാർ മേഖലയിൽ ഷാഫിയെ പ്രചരണ ആയുധമായി നിശ്ചയിച്ച് കോൺഗ്രസ് പ്രചരണം നടത്തുകയാണ്. അത് വിജയം തന്നെയാകും. പിന്നെ വേറൊന്നുകൂടെ പറയണം. ഈ ജനീഷിന്റെ അമ്മയെ ചേർത്ത് നിർത്തി സംസാരിക്കുമ്പോൾ ഒരു കുടുംബത്തിലെ മൂത്ത മകനാണ് ജനീഷ്. അപ്പോൾ ആൾക്ക് രാഷ്ട്രീയത്തിലും താല്പര്യമുണ്ട് എങ്കിൽ അവൻ അത് ചെയ്തോട്ടെ എന്ന് അമ്മ പറയുന്നു. അമ്മ തൊഴിലുറപ്പിന് പോകുന്നു, മകനെ പഠിക്കാൻ അനുവദിക്കുന്നു, മകൻ്റെ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പോകുന്നു. എന്നിട്ട് പിന്നെ അമ്മ കാത്തിരിക്കുന്നു മകൻ ഇതെല്ലാം കഴിഞ്ഞ് അതൊക്കെ വളരെ 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 സാധാരണക്കാർക്ക് പിന്നെ വളരെ ഹൃദയസ്പർശിയായിട്ട് സംസാരിച്ച് ആ അമ്മ പാവം അമ്മ ഈറനണിയുകയാണ്. അല്ല, ശരിക്കും ആ ഒരു അമ്മയുടെ അഭിമാനം തന്നെയാണ്. തീർച്ചയായിട്ടും. ആ ഒരു അല്ല, ജനീഷ് ജയിക്കും, ജനീഷിന് നല്ല ഭൂരിപക്ഷം കിട്ടും. ആ അമ്മയുടെ ലൈഫ് പീരീഡിലെടുത്ത് ഷാഫി പറയുമ്പോൾ തന്നെയാണെങ്കിൽ തന്നെ ഓരോ ആൾക്കാരുടെ പിന്നിലും ഒരു വിജയത്തിന് പിന്നിൽ ഒരാളുണ്ടെന്ന് പറയും. അതിനകത്തിൽ രാഷ്ട്രീയ ആചാര്യന്മാർ മാത്രമല്ല, ഇപ്പോൾ ആ രാഷ്ട്രീയ ആചാര്യന്മാരുടെ അപ്പുറത്തേക്കും അവരുടെ കുടുംബങ്ങളുടെ ഒരു അവസ്ഥ കൂടെയാണ് ഷാഫി എടുത്ത് കാണിച്ചത്. കോൺഗ്രസ് പാർട്ടിക്ക് ഈ പിന്നെ യുവാവായ ഷാഫി അങ്ങോട്ട് പോകുന്തോറും ഷാഫി നയിക്കുകയാണെങ്കിൽ യുവതലമുറയെ ഒരുപാട് കോൺഗ്രസിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഷാഫിക്ക് കഴിയും. ഈ അരാഷ്ട്രീയ ബോധം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതാക്കാനും യുവാക്കൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, കാരണം അവരുടെ രാഷ്ട്രീയ ബോധം വളർത്താനും ഒരു നേതാവ് നമുക്ക് വേണം. അത് ഷാഫിക്ക് ആകുമെന്നുള്ളതിന്റെ ഉമ്മൻചാണ്ടി സാർ കണ്ടെത്തിയതാണല്ലോ ഷാഫിയൊക്കെ. ഷാഫിയെ, വിശ്വനാഥിനെ, പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒക്കെ കണ്ടെത്തിയത് ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോൾ പറഞ്ഞോളൂ ബാക്കി. നമുക്ക് ഈ പറയുന്ന കാര്യം, നമ്മൾ കണ്ട കാര്യങ്ങൾ കണ്ടത് പറഞ്ഞാലും അത് തീരില്ല. തീർച്ചയായും പറഞ്ഞാൽ തീരില്ലാത്തൊരവസ്ഥയാണ്. കാരണം വടക്കേ മലബാറിൽ നിന്ന് മധ്യ തിരുവിതാംകൂറിലേക്ക് എത്തിയ ഷാഫിയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ബാക്കി സ്ഥലങ്ങളിലേക്ക്. ആലപ്പുഴയിലേക്ക് പ്രതീക്ഷിക്കുന്നു, എറണാകുളത്തേക്ക് പ്രതീക്ഷിക്കുന്നു, തലസ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലായിടത്തേക്കും ഷാഫിയെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, അതിനപ്പുറത്തേക്കും ഷാഫിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അതാണ് നമുക്ക് ഓരോയിടത്തും റെസ്പോൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ OG ജനീഷിന് വേണ്ടിയിട്ടാണ് നിലവിൽ തൃശ്ശൂർ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ഒരു വേദി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അതിന്റെ ഒരു തിരക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും ഒക്കെയാണ് പുറത്തേക്ക് വരുന്നത്. 29 പറഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കാണാം വീണ്ടും കേരളത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ പുതിയ മുഖങ്ങൾ അല്ലെങ്കിൽ പുതിയ മാനദണ്ഡങ്ങൾ, ഒരുപാട് പദ്ധതികൾ പറയുന്നുണ്ട്. ആ പദ്ധതികളൊക്കെ ഇവിടെ സാധ്യമാകുമോ എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാറായിട്ടില്ല. സാധ്യമാവുകയാണെങ്കിൽ വളരെ നല്ലത്. അതേപോലെ ഭരണം തുടർച്ചയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഭരണ തുടർച്ചയൊന്നും ഉണ്ടാകില്ല. അതിന് അത്രത്തോളം നമുക്ക് കാര്യം ആന്റി ഇൻകംബൻസി അത്ര വളരെ വലുതാണ്.
ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മുഖം കാണുന്നത് തന്നെ ജനത്തിന് താല്പര്യമില്ല. അങ്ങനെ ആത്മഹത്യാപരമായ ഒരു തലവെക്കൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനെന്നല്ല, കേരള സമൂഹം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ആ വാചകം അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.